എല്ലാ ദിവസവും അതിരാവിലെ ദൈവത്തിൻ്റെ തിരുവചനം ഭാഗ്യവചനധാരയായി നിങ്ങളിലേക്ക് ഒഴുകിയിറങ്ങുന്നു. ഭാഗ്യവചനധാര എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന തിരുവചന സന്ദേശങ്ങൾ യഥാസമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തുതി. ഭാഗ്യവചനധാരയിലേക്ക് ഏവർക്കും സ്വാഗതം. ആശംസകൾ നമുക്ക് എപ്പോഴും ധൈര്യവും പ്രചോദനവും നൽകുന്ന ഊർജ്ജ സ്രോതസ്സുകളാണ്. യാത്ര പോകുമ്പോൾ ശുഭയാത്ര നേരുന്നതും പരീക്ഷയ്ക്ക് പോകുമ്പോൾ വിജയം ആശംസിക്കുന്നതും രോഗത്തിലായിരിക്കുന്നവർക്ക് വേഗത്തിൽ സൗഖ്യം നേരുന്നതുമൊക്കെ കേൾക്കുന്ന മാത്രയിൽ ഉണ്ടാകുന്ന ആശ്വാസവും ധൈര്യവും ചില്ലറയല്ലല്ലോ. ഇപ്രകാരം മോശയ്ക്ക് ശേഷം ഇസ്രായേൽ ജനത്തെ നയിക്കുവാൻ നിയോഗിതനായ യോശുവയ്ക്ക് ദൈവം നൽകുന്ന ഒരാശംസയാണ് യോശുവ 1-ാം അധ്യായം 9-ാം വാക്യത്തിൽ നാം കാണുന്നത്. നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോട് കൂടെ ഉള്ളതുകൊണ്ട് ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കാൻ ഭയപ്പെടരുത്, ഭ്രമിക്കുകയുമരുത് എന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ചുവല്ലോ. ഇസ്രായേൽ ജനത്തെ കനാനിലേക്ക് നയിക്കുന്ന ദുഷ്കരമായ ദൗത്യം ഒറ്റയ്ക്ക് ഏറ്റെടുക്കേണ്ടി വന്ന സന്ദർഭത്തിൽ യോശുവയ്ക്കുണ്ടായ ഭയവും പരിഭ്രമവും മനസ്സിലാക്കി യഹോവ അവനെ ധൈര്യപ്പെടുത്തുകയാണ് ഇവിടെ. ഈ ഒരു വലിയ ദൗത്യത്തിന് യോശുവയെ തിരഞ്ഞെടുക്കുവാൻ 4 കാരണങ്ങളാണ് വേദപുസ്തകത്തിൽ നാം കാണുന്നത്. 1. മോശയുടെ ശുശ്രൂഷക്കാരനായി മിസ്രൈമിൽ നിന്നുള്ള യാത്രയുടെ തുടക്കം മുതൽ യോശുവ ചേർന്ന് നിന്നു എന്നതാണ്. പുറപ്പാട് പുസ്തകം 24-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ നാം അത് വായിക്കുന്നുണ്ട്. മരുഭൂമി യാത്രയിലെ എല്ലാ പ്രതിസന്ധികളിലും മോശയോട് ചേർന്ന് നിന്ന വിശ്വസ്തനായിരുന്നു യോശുവ. എപ്പോഴും ഒരു വിശ്വസ്തനായ ശിഷ്യനെ ഗുരു കൂടുതൽ സ്നേഹിക്കുമല്ലോ. 2. അമൂല്യകരമായിട്ടുള്ള യുദ്ധമുണ്ടായപ്പോൾ വിശ്വസ്തനായ പടനായകനായി മോശ തെരഞ്ഞെടുത്തത് യോശുവയാണ്. പുറപ്പാട് പുസ്തകം 17-ാം അധ്യായം 9-ാം വാക്യത്തിൽ നാം അത് കാണുന്നു. അവനിൽ ജനത്തെ നയിക്കുവാനുള്ള ഒരു നായകത്വ ശേഷി ഉണ്ടായിരുന്നു എന്നത് മോശ നേരത്തെ തിരിച്ചറിഞ്ഞിരുന്നു. 3. മോശ യഹോവയോട് സംസാരിക്കുവാൻ പർവ്വതത്തിലേക്ക് കയറി പോകുമ്പോഴെല്ലാം കൂടാരത്തെ വിട്ടുപിരിയാതെ നിൽക്കുന്ന സ്വഭാവം യോശുവയ്ക്കുണ്ടായിരുന്നു. പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം 11-ാം വാക്യത്തിൽ നാം അത് കാണുന്നു. ദൈവവുമായി സംസാരിക്കുന്ന മോശയ്ക്ക് ശക്തി ലഭിക്കുവാൻ പ്രാർത്ഥനയിൽ മുഴുകിയിരുന്ന യോശുവ ദൈവ സംസർഗത്തിൽ മോശയെ പോലെ തന്നെ അതീവ തീക്ഷ്ണതയുള്ളവനായിരുന്നു. 4. കനാൻ ദേശം ഉറ്റുനോക്കുവാൻ മോശ അയച്ച 12 പേരിൽ യോശുവയും കാലേബും മാത്രമാണ് ജനത്തെ ധൈര്യപ്പെടുത്തുന്ന നല്ല വാർത്ത മടങ്ങിവന്ന് മോശയെ അറിയിക്കുന്നത്. അവൻ എപ്പോഴും പ്രത്യാശയുള്ളവനായിരുന്നു. മറ്റുള്ളവർക്ക് പ്രചോദനം നൽകുന്നവനുമായിരുന്നു. വിശ്വസ്തത, നേതൃത്വ പാഠവും പ്രാർത്ഥനാശക്തി, മറ്റുള്ളവർക്ക് പ്രചോദനം നൽകുന്ന പ്രത്യാശ എന്നിവ അവനിൽ ദൈവം കണ്ട ശ്രേഷ്ഠ ഗുണങ്ങളായിരുന്നു. ക്രിസ്ത്യാനികൾ ആയ നാം ഓരോരുത്തരും വലിയ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുവാൻ തക്കവണ്ണം വിളിക്കപ്പെട്ടവരാണ്. എന്നാൽ യോശുവയിൽ കാണുന്ന ഈ സവിശേഷ ഗുണങ്ങൾ നമ്മിലുണ്ടോ എന്ന് നാം ഒന്ന് ആത്മശോധന ചെയ്യുന്നത് നല്ലതാണ്. ദൈവം പ്രതീക്ഷിക്കുന്ന സ്വഭാവ ശ്രേഷ്ഠതയുള്ളവരെയാണ് ദൈവം വൻ കാര്യങ്ങൾ ഫലമേൽപ്പിക്കുന്നത്. അപ്രകാരം തിരഞ്ഞെടുക്കപ്പെട്ട യോശുവയ്ക്ക് ദൈവം നൽകുന്ന പ്രത്യാശയുടെ ആശംസയാണ് നമ്മുടെ ചിന്താവിഷയം. 3 കാര്യങ്ങൾ ഈ വാചകത്തിൽ നാം കാണാം. 1. നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോട് കൂടെയുണ്ട്. നാം എല്ലാം ജീവിതയാത്രയിലാണ്. അനേക തരത്തിലുള്ള ചെറുതും വലുതുമായ യാത്രകളാണ് ജീവിതയാത്രയെ പൂർണ്ണമാക്കുന്നത്. ഈ യാത്രകളെല്ലാം യഹോവയായ ദൈവം നമ്മോട് കൂടെയുണ്ട് എന്ന ബോധ്യം എത്ര വലിയ ധൈര്യവും ഉറപ്പുമാണ് നമുക്ക് നൽകുന്നത്. ആ ഉറപ്പ് ദൈവം ഇവിടെ യോശുവയ്ക്ക് നൽകുകയാണ്. 2. ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കാൻ. ദൈവം കൂടെയുണ്ട് എന്ന് സ്വന്തം മനസ്സിൽ വിശ്വാസമുള്ളവർക്ക് മാത്രമേ ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഇത് വ്യക്തിപരമായി നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ട തീരുമാനത്തിന്റെ പ്രതിഫലനമാണ്. ആകയാൽ നാം ഓരോരുത്തരും നമ്മുടെ അനുദിന ജീവിതയാത്രയുടെ ഓരോ ഘട്ടത്തിലും ദൈവം നമ്മോട് കൂടെയുണ്ട് എന്ന് മനസ്സിനെ ബോധ്യപ്പെടുത്തി ധൈര്യത്തോടെ മുന്നേറുവാൻ ഇടയാകണം. 3. ഭയപ്പെടരുത്, ഭ്രമിക്കുകയുമരുത്. ഉത്തരവാദിത്തങ്ങളുടെ വലുപ്പവും പ്രശ്നങ്ങളുടെ തീവ്രതയും പ്രതിസന്ധികളുടെ ആഴവും ആണ് നമ്മളുടെ ജീവിതയാത്രയിൽ നമ്മെ ഭയപ്പെടുത്തുന്ന ഘടകങ്ങൾ. ഫറവോന്റെ ആക്രമണം, ചെങ്കടലിന്റെ ദുർഘടത, മരുഭൂമിയിൽ ജനത്തിന്റെ പെറുപെറുപ്പ് എല്ലാം മോശയെ ഭയപ്പെടുത്തിയ ഘടകങ്ങളായിരുന്നു. യോശുവയുടെ ജീവിതത്തിലും അനേക പ്രതിസന്ധികളെയാണ് അവൻ നേരിട്ടത്. എന്നാൽ അവിടെ ഭയപ്പെടരുത് എന്ന് യഹോവ കൽപ്പിക്കുന്നു. നമ്മുടെയൊക്കെ അനുദിന ജീവിതത്തിലും പ്രതിസന്ധികൾ ആഴമേറിയതും പ്രശ്നങ്ങൾ തീവ്രവുമായിരിക്കും. പക്ഷെ ദൈവം പറയുന്നു, ഭയപ്പെടരുത്, ഭ്രമിക്കുകയുമരുത് എന്ന്. എത്ര നല്ല ധൈര്യത്തിന്റെയും പ്രത്യാശയുടെയും സന്ദേശം! നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോട് കൂടെ ഉള്ളതുകൊണ്ട് ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക. ഭയപ്പെടരുത്, ഭ്രമിക്കുകയുമരുത്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.